നാസിക്കിലെ TCS BPO യൂണിറ്റിലെ ജീവനക്കാർക്കെതിരായ മതപരിവർത്തനമടക്കം കേസുകളിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. അറസ്റ്റിലായ പ്രതികൾ ഉൾപ്പെട്ട റാക്കറ്റ് 12 വനിതകളെ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയാണ്. നിലവിൽ പോലീസിന് പരാതി നൽകിയ 8 പേർക്ക് പുറമെ 3 പേരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ മലേഷ്യയിലുള്ള ഇമ്രാൻ എന്ന വ്യക്തിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഹൻസില റേച്ചൽ സണ്ണി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹൻസില, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശീതൽ, നാസിക്കിലെ TCS BPO യൂണിറ്റിലെ ഹിന്ദു യുവതി റംസാൻ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ സംഭവങ്ങളുടെ ആരംഭം. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ മേലുദ്യോഗസ്ഥനായ യുവാവ് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായും തന്റെ മതത്തിലേക്ക് മാറാൻ നിർബന്ധിച്ചിരുന്നതായും വീട്ടുകാർ കണ്ടെത്തി. ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കമ്പനിയിൽ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫുകളായി പ്രവേശിച്ച് അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ കമ്പനിയിലെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമവും അപകീർത്തിപ്പെടുത്തലും നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയും സമാനമായ കേസുകളിൽ മറ്റേഴ് പേരെ കൂടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2022 മുതൽ കമ്പനിയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടന്നു വരുന്നതായിട്ടാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ലൈംഗിക അതിക്രമം മോശമായ രീതിയിൽ ഞാൻ എന്താണ് ഇതിനൊക്കെ പറയാ? ഞാൻ ആദ്യം തന്നെ ഈ ന്യൂസ് ആയിട്ടൊന്ന് കാണിച്ചെന്തിനറിയോ? ഒരാഴ്ച എടുത്തു നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ ഓടി നടക്കായിരുന്നു. നിതിൻ രാജിന്റെ ഡെന്റൽ കോളേജിന്റെ പേരും അതിന്റെ ഉടമസ്ഥൻ ഒരു സമാധാന മതകാംക്ഷിയാണെന്ന് അറിഞ്ഞതോടുകൂടിയും പിന്നെ അവിടെ എന്തൊക്കെയോ ചില പുരാതന പള്ളികൾ ഇടിച്ചു നിരത്തുകയോ പിന്നെ അവിടെ എന്തൊക്കെയോ കയ്യേറലുകൾ നടന്നിട്ടുണ്ടെന്നും സർക്കാർ വക ഭൂമിയൊക്കെ കയ്യേറിയിട്ടുണ്ടെന്നും അങ്ങനെ ആകെപ്പാട് അലുക്കുലത്തായപ്പോൾ മാധ്യമങ്ങൾ അത് പതുക്കെ താഴ്ത്തുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? നിതിൻ രാജിന് നീതിയും വേണ്ട, റാമെന്ന ഡോക്ടറെ ശിക്ഷിക്കുകയും വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ തലയൂരാം എന്നതിനെ പറ്റി അവർ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുന്നു. ഇതിന്റെ ഇടയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്കാരൻ എവിടുന്നോ ഒരു ലോൺ ആപ്പിൽ നിന്നും പണം എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില അധ്യാപകർക്ക് ആപ്പുകാർ ചില മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പതുക്കെ നിതിൻ രാജ് വിസ്മൃതിയിലേക്ക് പോകുന്നു. പുതിയൊരെണ്ണം കൊണ്ടുവരണമെന്ന് നോക്കിയപ്പോൾ ആ വാർത്തയാണെങ്കിലോ പണ്ട് നമ്മുടെ ഷാനി പ്രഭാകരൻ പറഞ്ഞ പോലെ SDP-യുടെ പല വോക്കൃത്തരവും പറയാതിരുന്നതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരുന്നതും BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. BJP എന്തിനാ? ആ കാര്യങ്ങൾ നിങ്ങളങ്ങ് അഡ്രസ് ചെയ്താൽ മതി. നിങ്ങൾ ഈ പറയുന്ന പോലെ ഗണപതി മിത്താണ് എന്ന് പറയുമ്പോൾ സാർ അതൊരു കൂട്ടം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവോ മുഹമ്മദ് നബി മിത്താണെന്നും അതൊക്കെ വേണ്ടാത്ത സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന രീതിയിൽ നിങ്ങൾ മാപ്രകൾ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പത്ര റിപ്പോർട്ടർമാർ അത് എങ്ങനെ വേണമെങ്കിലും ഷോർട്ടാക്കിയാൽ പച്ചത്തറിയാവും. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ഒരു തെമ്മാടി ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് വേശ്യാലയം നടത്താൻ പണം കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞപ്പോൾ അവനെ അന്ന് തന്നെ വലിച്ചു കീറി നിങ്ങൾ പൊട്ടിക്കണമായിരുന്നു. ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്ന തെണ്ടികൾ. അപ്പൊ ഇവരെയൊക്കെ ഒഴിവാക്കണമായിരുന്നു. നിങ്ങൾ പറയാതെ ഇതൊക്കെ BJP-കാരെ കൊണ്ട് പറയിച്ച് അവരെല്ലാവരും കൂടെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വാർ നടത്തി അത് ഈ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പതുക്കെ ന്യൂസ് ചാനലിലോട്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പല ഇടതുപക്ഷ മതനിരപേക്ഷ ഡിമാല ഗുണ്ടികളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. അയൽപക്കത്തുള്ള മുസ്ലിമിനോടും അയൽപക്കത്തുള്ള ക്രിസ്ത്യാനിയോടും വെറുപ്പ് വെച്ച് പുലർത്താനാണ് സംഘപരിവാർ പഠിപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെ തൊട്ടടുത്തുള്ള അയൽവാസി ഒരു നോമ്പ് തുറ വന്നാൽ അവന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കില്ലേ? അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ഓണം ഉണ്ടായി കഴിഞ്ഞാൽ അവരെയൊക്കെ വിളിക്കണ്ടേ? ഈ പൊട്ടന്മാരോട് ആദ്യമേ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ ചെന്നിറങ്ങിയാൽ ആദ്യം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ് ജംഗ്ഷനിൽ തന്നെ ഉള്ളത്. പാവപ്പെട്ട കൂട്ടുകാരനാണ്, അവരൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനാ. അവൻ അവിടെ ഉണ്ടെങ്കിൽ അവന്റെ കൂടെ അവിടെ കടത്തിണ്ണയിലിരുന്ന് സംസാരിച്ച് ചിലപ്പോൾ അവൻ തന്നെ ചായ മേടിച്ചു തരും. അവന്റെ ഉമ്മ എന്നെ കണ്ടാണെങ്കിൽ എന്തായാലും അവരൊരു ചായ ഇട്ട് തന്ന് മോനെ മക്കളെ ഇവനോട് എന്തെങ്കിലും ഒന്ന് പറയേ, ഇവ ഒരു പണിക്കും പോകുന്നില്ല, ഇവൻ പെണ്ണും കെട്ടുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവരുടെ ആവലാതി മുഴുവൻ ഞാനിരുന്ന് കേൾക്കും. എന്നിട്ട് ഞാൻ അവനെയും ചീത്ത വിളിക്കണം. ഈ വയ്യാത്ത ഉമ്മ, അവന്റെ ഉപ്പ മരിച്ചുപോയി. അപ്പൊ ഇവൻ നിനക്ക് പോട്ടളിയ, ഞാൻ എന്താക്കാൻ, എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അളിയൻ ആളൊരു ഉഴപ്പനുമാണ്. ഇതുപോലെ എന്റെ ചെറുപ്പം തൊട്ടേ ഞാനൊക്കെ വേണേ ആ വീട്ടിൽ കിടന്നു വളർന്നത് എന്റെ കളിക്കൂട്ടുകാരനാണ് അൻസിൽ എന്ന് പറയുന്നത്. അവന്റെ ഉമ്മയുണ്ട്. ഉമ്മയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അൻസിലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് മെലിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എടുത്ത് തരുമ്പോ അവൻ ചോദിക്കും, ഉമ്മ ഇതൊക്കെ എവിടെ ഇരുന്ന്? നീ തിന്നണ്ട, നീ വല്ല കൊണ്ടുവന്നാടാന്ന് വെച്ചാൽ അവൻ എന്റെ മുന്നിട്ട് ചീത്ത വിളി. പിന്നെ എന്റെ അടുത്ത് പറയും, എന്തോ ഇവനെ കൊണ്ട് നമ്മൾ തോറ്റുമക്കളെ ദാന്റെ ഈ മേശ ഇവ ഇടിച്ചു പൊട്ടിച്ച് അലമാരയുടെ ചില്ല് മേടിച്ചു പൊട്ടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. എന്തോ ഇതൊക്കെ അത് ഈ കിളവിയുടെ വർത്താനം ശരിയല്ല, കണ്ടാ ഇങ്ങനെയൊക്കെ കണ്ടാ നിനക്കെടുത്ത് തന്നെ കണ്ടാ എനിക്ക് തരുന്നില്ല, അതാണ് ഈ തള്ളേ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഇവ എന്റെ അടുത്ത് വർത്താനം പറയും. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വേറെ കുറെ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ പല സുഹൃത്തുക്കളും ഉണ്ട്. കാണുമ്പോഴെല്ലാം എവിടെ പോയി എന്ത് അവരുടെ മക്കളെ കാര്യം, ചിലപ്പോൾ ചില വീട്ടിലുള്ള ഫാമിലി പ്രോബ്ലംസ് വരെ ഉണ്ട്. അതായത് ആ മരുമോള് വന്നതിന് ശേഷം എന്റെ കൂട്ടുകാരന്റെ സ്വഭാവം മൊത്തം മാറി, മോനെ ഇന്ന ഓന് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉമ്മമാരും ഉണ്ട്. നമ്മൾ അവിടെ ചെല്ലടാ നീ എന്തുവാടാ ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനോട് സംസാരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ കൂട്ടുകാരും അയൽക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് കാര്യം. ഇവിടെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് അവർ മുസ്ലിമും ഞാൻ ഹിന്ദു, എന്റെ കാഴ്ചപ്പാടിലല്ല. നമ്മുടെ അയൽപക്കത്തിൽ ക്രിസ്ത്യാനികളുണ്ട്.
അവിടെ തന്നെയാണ് കാലി, ഓട്ടം, ബഹളം. പിന്നെ അവരുടെ പള്ളിയിലെ ചില പ്രാർത്ഥനകളൊക്കെ അവർ വന്നിട്ട് അവർ നടത്തും. അന്ന് അവിടെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാവും. ഉറപ്പായിട്ട് ഞങ്ങൾ അവിടെ കാണും. കാര്യം ഞങ്ങളായിരിക്കും ആ പരിപാടി നടത്തുന്നത്. ഈ കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോഴേ 10-15 പേര് വരും. പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടോ. ഈ വിളമ്പലും കൊടുക്കലും ഒക്കെ ഞങ്ങൾ തന്നെ ആയിരിക്കും. ഇവിടെ കൊച്ചു ലേഖനമൊക്കെ അവിടെ ഉള്ള അവരുടെ ബന്ധുക്കൾക്ക് തന്നെ കുടുംബ പ്രാർത്ഥന കൊടുക്കൂലേ. ഞാനത് ചിലപ്പോൾ എന്തേലും തരും, ഞാനത് പോക്കറ്റ് ഇട്ടേക്കും, ആ വീട്ടിൽ കൊണ്ടുവരും, അതവിടെ വെച്ചേക്കും. ഇത് വേറെടാ തെമ്മാടികളെ, ഇത് വേറെ. ഇത് അതല്ല. നമ്മുടെ നാട്ടിൽ പഹൽഗാം തീവ്രവാദ ആക്രമണം നടന്നാൽ അത് തീവ്രവാദ ആക്രമണമാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. അബ്ദുൽ കലാമിനെയും യാക്കൂബ് എമിനെയും കണ്ടാൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, പൂനെയിലുള്ള ടാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. IT പ്രൊഫഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. അവിടെ HR ഉൾപ്പെടെ, നിദാ ഖാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അടങ്ങുന്ന HR ഉൾപ്പെടെ അവരുടെ ഗ്യാങ്, അവിടെ ഒരു ടീം ഫോമായി കഴിഞ്ഞാൽ അതിന്റെ കീഴിൽ വരുന്ന ഹിന്ദു പെൺകുട്ടികളെ അവർക്ക് ജോലിയിൽ ഉന്നതി കിട്ടാൻ, അവർക്ക് ശമ്പളം കൂട്ടി കിട്ടാനൊക്കെ അവർ മുസ്ലിം മതാചാരങ്ങൾ പാലിച്ചിരിക്കണം. അവർ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായി അവർ കഴിപ്പിച്ചിരിക്കും. അതുപോലെ റംസാൻ നോയമ്പ് എടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വളരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്തോളം ടോർച്ചറിങ് ആയിരിക്കും. നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഒരു പെൺകുട്ടി ഈ റംസാൻ നോമ്പ് എടുക്കലും പിന്നെ അവരുടെ പെരുമാറ്റത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോഴാണ് ആ കുടുംബം അത് കേസ് കൊടുക്കുന്നത്. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണിത്. ഇതിന്റെ ഇടയിൽ അമരാവതി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനത്ത് ഒരു 19 വയസ്സുകാരൻ, ഒരു നാറി 180ഓളം പെൺകുട്ടികളെ, മൈനർ പെൺകുട്ടികളെ അവരെ പ്രണയിച്ച് വലവീശി പിടിച്ചു, എന്താ പറയാ, അവരുമായിട്ട് സെക്സ് മുഴുവൻ ചെയ്ത് അതിന്റെ വീഡിയോകൾ എടുത്ത് പല ക്ലിപ്പിംഗ്സുകളായിട്ട് അവർ പോൺ സൈറ്റുകൾ അപ്ലോഡ് ചെയ്ത് കോടികൾ വാങ്ങുന്നു. പിന്നിൽ പറയുന്ന വെച്ചാൽ വലിയൊരു ഗ്യാങ് ആണ് വർക്ക് ചെയ്യുന്നത്. ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നതിനുള്ള അവന്റെ ചെലവ്, അവർക്ക് റൂം എടുത്തു കൊടുക്കുന്ന ചെലവ്, പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നത്, ഇതിന്റെ വീഡിയോ എടുക്കുന്നത്, ഇവൻ ഇങ്ങനെ ചെത്തി ബൈക്ക്, പണം, നല്ല ഡ്രസ്സുകൾ, ആ പെൺകുട്ടിയെ എങ്ങനെയെല്ലാം വളച്ചെടുക്കാമോ അതിനൊക്കെ ഉള്ള സെറ്റപ്പ് ചെയ്തു കൊടുക്കുക ഒരു ഗ്യാങ്. ഇവിടെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു വൻ ടീം ഇതുപോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേൾക്കണം ആദ്യമായിട്ടാണോ? നിങ്ങൾ മലയാളികളൊന്ന് ആലോചിച്ച് നോക്കണം പൊട്ടന്മാരെ. ഇവിടെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥാപനം വർക്ക് ചെയ്തിരുന്നു, അറിയോ? അത് പൂട്ടിച്ചു, അവിടെ റെയ്ഡ് നടന്നു. ഇപ്പോഴത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ റെയ്ഡ് നടന്നതാണ്. അത് വർക്ക് ചെയ്യുന്നത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്തു വരുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അവിടെ നിന്നും ഇവർ ഇതുപോലെ പ്രണയിച്ചും മറ്റു പ്രലോഭനങ്ങളിലൂടെയും കൊണ്ടുവരുന്ന ആൾക്കാരെ മതം പഠിപ്പിക്കാനും സുന്നത്ത് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥാപനം. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിയ പെൺകുട്ടികൾ ആർഷവിദ്യാ സമാജത്തിലുണ്ട്. അവരുടെ പല ഇന്റർവ്യൂകൾ അവൈലബിൾ ആണ്. ഞാൻ ഈ ആൾക്കാരെ ഒന്നും ഞാൻ പറയില്ല കേട്ടോ, പറയുന്നത് നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ അടുത്താണ്. എന്റെ ഫ്രണ്ട്സിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവന്മാർക്കാർക്കും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയേ ഇല്ല. അവരെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഈ അണലി കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ ഇതിൽ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ തന്നെ ആലോചിക്കും. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇത്രയും പ്ലാൻഡ് ആയിട്ട് ഹിന്ദു ചെക്കന്മാർക്ക് മുസ്ലിം പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും കിഡ്നാപ്പ് ചെയ്തെടുത്ത് അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, അല്ലാതെ അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്ത് പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അത്ര കോർപ്പറേറ്റ് ലെവലിൽ, അല്ലെങ്കിൽ അതൊരു വലിയൊരു ബിസിനസ് ആയിട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ഏതെങ്കിലും ഒരു ഗ്യാങ് ഉണ്ടോ ഹിന്ദുക്കളിൽ അങ്ങനെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റിയ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സംഘടിതമായി മൂവ് ചെയ്യുന്നു. സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിൽ, ആനുകൂല്യങ്ങൾ മേടിക്കുന്നതിൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഈ ടീമുകളുടെ കാലിന്റെ വെള്ളം നക്കുന്നവന്മാരാണ്. ആ ഗതികേടിലോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തരം താഴ്ന്നു. അതിനേക്കാൾ ഗതികെട്ട നാറികളാണ് നമ്മുടെ നാട്ടിലെ മാപ്രകൾ. ഇവർക്ക് ഈ റിപ്പോർട്ടൊന്നും എടുക്കാനും ഇതിന്റെ പിന്നിലെ സീരിയസ്നെസ്, ഈ ഒരു ഒറ്റ സ്ഥാപനത്തിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 15 മിനിറ്റ് പോലീസ് മാറി നിന്നാൽ ഈ നാട്ടിലെ ഹിന്ദുക്കളെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞത് അസറുദ്ദീൻ ഒവൈസിയുടെ സഹോദരനാണ്. ഇപ്പോഴും അവർ പറയും 15 മിനിറ്റ് എന്നവർ ഇപ്പോഴും പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഹിന്ദു ആണെന്ന് പറയാൻ പോലും പേടിച്ച് കിടക്കുകയാണ്. ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ നിൽക്കുന്ന ജനക്കൂട്ടം ഏത് റാഡിക്കൽ ടീമുകളാണെന്ന് ആർക്കറിയാം? ഭ്രാന്തെടുത്തവന്മാര്. ഇവർ കൊല്ലില്ലാന്ന് എന്താ അത്ര ഉറപ്പ്? അങ്ങനെ ക്രൂരമായിട്ട് ബംഗ്ലാദേശിൽ കൊന്നെടുക്കുന്നു, പാകിസ്ഥാനിൽ കൊന്നെടുക്കുന്നു. പാകിസ്ഥാനിൽ പിന്നെ മുസ്ലിങ്ങളിൽ, അഹമ്മദിയ മുസ്ലിങ്ങൾ, അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് തന്നെ കണ്ടെടുത്താൻ കണ്ടുകൂടെ, അവന്മാർ തന്നെ തല്ലിക്കൊല്ലുന്നു. ഇതെല്ലാം ഇത്ര സംഘടിതമായി നടന്നിട്ടും നമ്മൾ മലയാളികൾ ഇങ്ങനെ പ്രബുദ്ധരാണ്, നമ്മൾ ഭയങ്കര സെറ്റപ്പിലാണ്. നമ്മുടെ ഇവിടെ നിന്നാണ് ISIS-ലേക്ക് 93 പേർ കയറിപ്പോയത്. അതിൽ ISIS പോയ ഒരുത്തന്റെ വാക്കുകളാണിത്. അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നു. അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അവരെ അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രം എന്താണ്
മുകളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത എന്താ പറയുക ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക. അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്. എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് എന്താണ് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും നമ്മുടെ പാലാ ബിഷപ്പും മെത്രാന്മാരും ഒക്കെ നമ്മളോട് പറയണത് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും ആരും കരുതണ്ട. അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ മാർച്ച് വന്നപ്പോ കാലിന്റെ ഇടയിൽ കൂടെ മുള്ളിയന്മാരാണ് ഈ മെത്രാന്മാരും സകല പുരോഹിതന്മാരും. എന്നിട്ട് ഇപ്പൊ അവനൊക്കെ വാ തുറക്കാനായിട്ട് ഹിന്ദുക്കളടുത്ത് എന്ത് വേണം നിനക്കൊക്കെ പറയാം. ബാക്കിയുള്ളിടത്തിന്റെയൊക്കെ പഞ്ചപുച്ഛം അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ നിങ്ങൾ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുമായിട്ടുള്ള സൗഹൃദം, നമ്മുടെ മുസ്ലിം കൂട്ടുകാർ, നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹം, അവർ തിരികെ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അത് വേറെ. സംഘടിതമായിട്ട് ഈ രാജ്യത്ത് ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വേറെ. അവരാണ് നേതാക്കൾ. ഇവന്മാരാണ് ഈ സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നടന്നത് ചെറിയ കാര്യമൊന്നും അല്ല. ഇവിടെ നിമിഷ ഫാത്തിമയും മെറിൻ മറിയം, ഹാദിയ, ഇങ്ങനെയൊക്കെ മതപരിവർത്തനം ചെയ്തു പോയ ആൾക്കാർ, മതപരിവർത്തനം ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ പോയ ആൾക്കാർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ലൈവായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ പറയുന്നത്, നമ്മുടെ ഇവിടെയുള്ള ഇടതുപക്ഷ മതനിരപേക്ഷ ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരൊക്കെ പറയുന്നത്, RSS പറയുന്നു എന്താണ്, അയൽവക്കക്കാരനായ മുസ്ലിമിനെ വെറുക്കൂ, അയൽവക്കക്കാരനായ ക്രിസ്ത്യാനിയെ വെറുക്കൂ, അയൽവക്കക്കാരനായ പാകിസ്ഥാൻ തന്തയില്ലാത്ത തെമ്മാടിയാണെങ്കിൽ അവനെ വെറുക്കും, അയൽവക്കക്കാരനായ ബംഗ്ലാദേശ് വെറും ചെറ്റ രാജ്യമാണെങ്കിൽ അവനെ വെറുക്കും, അയൽവക്കക്കാരനായ ശ്രീലങ്ക നല്ല സ്വഭാവമാണെങ്കിൽ അവൻ ഇഷ്ടപ്പെടും, അയൽവക്കക്കാരനായ മാലി തന്തയില്ലായ്മ കാണിച്ചപ്പോൾ അവനോട് വെറുപ്പും കാണിച്ചു, തിരികെ വന്ന് കാല് പിടിച്ചപ്പോൾ അവനോട് സ്നേഹവും കാണിച്ചു. താലിബാൻ അവന്റെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് തെമ്മാടിത്തരം കാണിക്കുമെങ്കിലും നമ്മളോട് മാന്യമായിട്ട് ഇതുവരെ നിന്നിട്ടുള്ളൂ, അതുകൊണ്ട് അവനോട് മാന്യത കാണിക്കും. ഇറാൻ എല്ലാ രാജ്യങ്ങളോടും എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മളോട് സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ മെഡിസിൻ കൊടുക്കും, അതുകൊണ്ട് അവൻ്റെ നിന്ന് കാശ് കൊടുത്ത് നമ്മൾ ഗ്യാസ് ഇങ്ങോട്ട് മേടിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ അയൽവാസി സൗദി അറേബ്യ ആണെങ്കിൽ നല്ല സ്നേഹമാണ്, അയാൾ ഇതുവരെ നമ്മളോട് ഒരു പോക്കൃതരം കാണിച്ചില്ല, അതുകൊണ്ട് നമുക്ക് അവരോട് സ്നേഹമേ ഉള്ളൂ. ഇസ്രായേൽ നല്ല സ്വഭാവമാണ് നമ്മളോട് കാണിക്കുന്നത്, അതുകൊണ്ട് നമുക്കും കുഴപ്പമൊന്നുമില്ല. ഫ്രാൻസ് നമ്മളോട് സ്നേഹത്തിലാ പെരുമാറുന്നത്, അതുകൊണ്ട് നമുക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? അയൽവക്കക്കാരൻ തെമ്മാടിത്തരം കാണിക്കുന്നവനാണെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അത് പക്ഷെ സംഘികയെ കാണും. കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ആണെങ്കിൽ കാല് തക്ക് അല്ലാതെ വേറെ വഴിയില്ല. ടാറ്റ കൺസൾട്ടൻസിയിൽ നടന്നിട്ടുള്ളത് അതിഭീകരമായ മതപരിവർത്തനം. തങ്ങളുടെ ജോലിയെ ചോദ്യം ചെയ്തുകൊണ്ട്, വർക്ക് പ്രഷർ നൽകിക്കൊണ്ട്, അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ, അതായത് നോമ്പ് നോക്കുക, ബീഫ് കഴിക്കുക തുടങ്ങിയവ ചെയ്താൽ മാത്രമേ മനസമാധാനത്തോടു കൂടി അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ, അവർക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കൂ, ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ ടോർച്ചർ ചെയ്യും. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇതിനെ പറയേണ്ടത്, അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവരേണ്ടത്, അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഇവിടെയുള്ള മുസ്ലിങ്ങളാണ്. നിങ്ങൾ പ്രതികരിച്ചാൽ മതി, ആ കാണിച്ചത് തെമ്മാടിത്തരമാണ്. അതുപോലെ അമരാവതിയിൽ ഒരു പയ്യൻ 180ഓളം പെൺകുട്ടികളെ, അതും മൈനർ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത് എന്റെ വീഡിയോ എടുത്ത് കാണിച്ചതും തെമ്മാടിത്തരമാണ് എന്നുള്ളത് നിങ്ങളാണ് പറയാൻ, ഞങ്ങളാരുമല്ല. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയാനുള്ളത്, നിങ്ങൾ ആരുമായിട്ട് സൗഹൃദമായിട്ടോ, നിങ്ങൾക്ക് എന്ത് വിപ്ലവം വേണമെങ്കിലും സൃഷ്ടിക്കാം, നിങ്ങൾ വലിയ വിപ്ലവകാരികളായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഞാൻ എല്ലാത്തിനെയും മറിച്ചിടും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഞങ്ങളോടുള്ള വാശിക്കോ RSSന്റെ ഞാൻ മര്യാദ പഠിപ്പിക്കും, അതുകൊണ്ട് ഞാൻ പ്രേമിക്കുന്നു, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിശ്വാസമാണ്, ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ മാത്രം. അത് എങ്ങനെയുള്ളവരായിരിക്കണം? അവൻ ഒരിക്കലും നിങ്ങളോട് മതത്തെപ്പറ്റി സംസാരിച്ചിരിക്കരുത്. വന്ന് കൂടെ ഇരിക്കുന്ന കൂട്ടുകാരികളാണെങ്കിൽ പോലും അവർ മതത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അകലം പാലിക്കുക. അത് മതവിഷമുള്ള ആൾക്കാരാണ്. ഹിന്ദു പെൺകുട്ടികൾ പരമാവധി അങ്ങനെ ചെയ്യാറില്ല. ഹിന്ദു എങ്ങനെ വർഗീയവാദികളായി? ഞങ്ങളൊക്കെ എന്തുകൊണ്ട് വർഗീയവാദി അല്ലെങ്കിൽ സംഖ്യ എന്ന മുദ്ര ഞങ്ങൾക്ക് വീണു? കാര്യം, മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിലെ എല്ലാ റിസോഴ്സസിന്റെയും പ്രഥമ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അതെന്തൊരു പോക്കൃത്തരമാണെന്ന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. ശബരിമലയിൽ മാത്രം നവോത്ഥാനം ഉണ്ടാക്കിയപ്പോൾ പള്ളികളിലൊന്നും നവോത്ഥാനം വേണ്ടേ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവും യേശുവും മിത്തല്ലേ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. ഗണപതി ഹോമം നടത്തി ബഹളം ഉണ്ടാക്കിയവന്മാർ തട്ടമിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി സമരം ചെയ്യുന്നത് കണ്ടപ്പോൾ എന്ത് നാറിയന്മാരാടാ നിങ്ങളെന്ന് ഞങ്ങൾ അങ്ങ് ചോദിച്ചു. അതെന്താ, ഞങ്ങൾക്കിടയിൽ മാത്രമേ ജാതിയുള്ളൂ, ബാക്കിയുള്ളവന്മാരും ജാതിയും പള്ളിയും പള്ളി കമ്മിറ്റിയും പട്ടക്കാരുമായിട്ട് തമ്മിലടി നടക്കുമ്പോൾ നിന്റെയൊക്കെ വാക്കൊക്കെ എന്താടാ പഴം എന്ന് ഞങ്ങൾ തിരികെ ചോദിച്ചു.
ഞങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള മതങ്ങളെ നോക്കൂ, അവരെല്ലാം വളരെ സംഘടിതമായി പള്ളിയിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, കൃത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നു. സഭാ മേലധ്യക്ഷന്മാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു, പള്ളിയിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് അവർ വിളിച്ചുപോയി പറയുന്നു. പല മതപണ്ഡിതരും മതമേടകളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നു, എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ജീവിക്കണം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. ഇതൊക്കെ പോക്രിത്തരമല്ലേ എന്ന് ഞങ്ങൾ അങ്ങ് ചോദിച്ചു. അതുപോലെ നമ്മളൊന്ന് സംഘടിച്ച് നിന്നൂടെ? ആരെയും ഉപദ്രവിക്കാനല്ല, ഒരുമിച്ച് നിൽക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്. ഞങ്ങളൊന്ന് പറഞ്ഞുപോയി. അതോടുകൂടി നമ്മൾ വർഗീയവാദികളായി. നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് നമ്മൾ പറഞ്ഞുപോയി. ജാതീയപരമായിട്ട് വീണ്ടും നമ്മുടെ നാട്ടിൽ കുറെ അഭിനവ നവോത്ഥാന അംബേദ്കറായിട്ട് ഊച്ചാളികൾ നടക്കുന്ന കണ്ടപ്പോൾ അവനോടൊക്കെ ചോദിച്ചു ഞങ്ങൾ, 1950 മുന്നല്ലേ സാറേ ഇതെല്ലാം? കഴിഞ്ഞ 76 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സർക്കാരുകളല്ലേ? അപ്പോഴും നിങ്ങൾ എന്തിനാണ് സവർണനാണ് അവർണനെ അടിച്ചമർത്തുന്നതെന്ന് പറയുന്നത്? അത് നിങ്ങൾ ഭരിച്ച കമ്മ്യൂണിസത്തെയും കോൺഗ്രസിനെയും ചോദിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങളൊക്കെ വർഗീയവാദികളായത്. അങ്ങനെ വർഗീയവാദികളാക്കപ്പെടാൻ ഞങ്ങളുടെ ജീവിതം ഇനിയും ബാക്കി. ഞങ്ങളെ വർഗീയവാദികളാക്കാതെ നിങ്ങൾ തന്നെ ഇത്രയും കാലം ഒരാഴ്ച മൂടിവെച്ച മാപ്രകൾ തന്നെ ഇതൊക്കെ ശക്തമായി പ്രതിരോധിച്ചാൽ മാത്രം മതി. ഇതൊക്കെ പോക്രിത്തരമാണെന്ന് പറഞ്ഞാൽ മതി. ജയ് ഹിന്ദ്.